ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 എക്സാം കിറ്റിന്റെ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് മാച്ച് ബോക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ഓർത്ത് വെക്കേണ്ടത്, അതേപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ ഒരു മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടി ആ ഒരു ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടന്നാലോ? കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ എക്സാം നോട്ട് എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട സമ്മറി കാര്യങ്ങൾ, അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ മെത്തേഡിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിൽ പ്രധാനമായിട്ടും 3 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമതായിട്ടുള്ള ക്യാരക്ടറാണ് അജിത്താണ്, മറ്റൊരു ക്യാരക്ടറാണ് നൊമിതയാണ്, മറ്റൊന്ന് നൊമിതയുടെ അമ്മയാണ്. ഇങ്ങനെ 3 ക്യാരക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 3 ക്യാരക്ടറുകളുടെയും ക്യാരക്ടർ സ്കെച്ച് നമുക്കൊന്ന് നോക്കി വെക്കാം. അപ്പോൾ പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇവരുടെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സ്കെച്ച് ദി ക്യാരക്ടർ ഓഫ് നൊമിതയാണ്. നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പാടില്ല, പാരഗ്രാഫ് ബേസ് ചെയ്തുകൊണ്ടാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സുകൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് നൊമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി മാച്ച് ബോക്സ്. അപ്പോൾ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് നൊമിത. ഷീ ഈസ് ദ വൈഫ് ഓഫ് അജിത്ത്. അജിത്തിന്റെ ഭാര്യ കൂടെയാണ് നൊമിത. ദേ ആർ ലിവിംഗ് ഇൻ എ ജോയിന്റ് ഫാമിലി. അതേപോലെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതേപോലെ നൊമിത നല്ല മനോഹരിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൂടിയാണ്. നൊമിത കംസ് ഫ്രം എ പൂർ ഫാമിലി. അതേപോലെ തന്നെ നൊമിത വരുന്നത് ഒരു പൂർ ഫാമിലിയിൽ നിന്നാണ്. പൂർ ഫാമിലി എന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് നൊമിത വരുന്നത്. അതേപോലെ തന്നെ ഷീ ഹാസ് നോ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്. നൊമിതക്ക് സഹോദരന്മാരോ സഹോദരിമാരോ ഇല്ല. ഷീ ഡസ് നോട്ട് അലോ എനിവൺ ടു ട്രാമ്പിൾ അപ്പോൺ ഹെർ ഡിഗ്നിറ്റി. അവരുടെ അഭിമാനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അതിനെ ചവിട്ടിത്താഴ്ത്താൻ ആരെയും അനുവദിക്കുകയും ചെയ്യുന്നില്ല. ഷീ വാണ്ട്സ് ടു ബ്രേക്ക് ഓഫ് ദി ബോൺസ് ഓഫ് മാരിറ്റൽ സാൽവറി. അതേപോലെ തന്നെ വൈവാഹിക അടിമത്തത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചുകളയാനും നൊമിത ആഗ്രഹിക്കുന്നുണ്ട്. ഷീ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻ ടൈപ്പിക്കൽ ഹൗസ് വൈഫ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഹൗസ് വൈഫുകൾക്കുള്ള ഒരു മാതൃക വനിത കൂടിയാണ് നൊമിത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. നൊമിതയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ആകട്ടെ, അതല്ല നൊമിതയെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റു വല്ല ക്വസ്റ്റ്യൻസുകൾ വന്നാലും ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. അത് എവിടെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ചിലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ക്യാരക്ടർ സ്കെച്ച് വന്നാൽ മാത്രമേ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുകയുള്ളൂ, വേറെ വല്ല ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ വന്നാൽ ക്യാരക്ടർ സ്കെച്ച് എഴുതിയാൽ നമുക്ക് മാർക്ക് ലഭിക്കുകയില്ല എന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ക്യാരക്ടർ സ്കെച്ച് അറിയാമെങ്കിൽ വേറെ വല്ല ക്വസ്റ്റ്യൻസുമാണ് വന്നിരിക്കുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റുന്നതാണ്, അവിടെയും എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക മാത്രമേ ഉള്ളൂ. വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ അജിത് ഈസ് an important character in the short story Matchbox. Ajit is the husband of Nomida. He is from a rich and joint family. He married Nomida because of her beauty. He considers his wife as a mere slave. He insults her. He reads the letters addressed to his wife without her consent. He ridicules Nomida for her poor family background. Ajit is a typical Indian husband who treats his wife as a puppet. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അജിത്തിന്റെ ക്യാരക്ടർ ഉള്ളത്. ഇവിടെ പാരഗ്രാഫ് ആക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് വരികയാണെങ്കിൽ, ഇനി അതല്ല അജിത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വല്ല ക്വസ്റ്റ്യൻസ് കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്
പോകുന്നത് മൂന്നാമത്തെ ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ക്യാരക്ടർ സ്കെച്ച് നൊമിതയുടെ അമ്മയുടേതാണ്, അഥവാ നൊമിതാസ് മദർ ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നൊമിതാസ് മദർ ഈസ് എ ഡിഫറെന്റ് ക്യാരക്ടർ ഇൻ ദി ഷോർട്ട് സ്റ്റോറി. ഷീ ഈസ് എ വിഡോ. വിഡോ എന്ന് വെച്ചാൽ വിധവ എന്നാണ് അർത്ഥം. ഷീ ഈസ് എ പൂർ വുമൺ. ഷീ മാരിഡ് ഓഫ് ഹെർ ഡോട്ടർ നൊമിത ടു ദി റിച്ച് മാൻ അജിത്. ഷീ സീക്സ് മണി ഫ്രം ഹെർ ഡോട്ടർ ത്രൂ ലെറ്റേഴ്സ്. ഷീ നോസ് ദാറ്റ് ഹെർ son-in-law Ajit would help her, but her habits of begging for money made her daughter inferior. She expects money from her son-in-law to repair her thatched roof. Her son-in-law Ajit ridicules her daughter for her begging. She is an illiterate ordinary Indian woman. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നൊമിതയുടെ അമ്മയുടെ ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട 3 ക്യാരക്ടർ സ്കെച്ചുകൾ ഇവയാണ്. അപ്പോൾ ഈ 3 ക്യാരക്ടർ സ്കെച്ചുകൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ന്യൂക്ലിയർ ഫാമിലി വിത്ത് ജോയിന്റ് ഫാമിലി എന്നൊരു ചോദ്യമാണ്. ഒരുപക്ഷെ എസ്സേ വരാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വരാം, അല്ലെങ്കിൽ പാരഗ്രാഫുകൾ വരാം, അതല്ലെങ്കിൽ സജഷൻസുകൾ എഴുതാൻ വേണ്ടിയിട്ടും വരാം. അപ്പോൾ നമുക്ക് നോക്കാം, അവിടെ കൊടുത്തിട്ടുണ്ട് കമ്പയർ ന്യൂക്ലിയർ ഫാമിലി വിത്ത് ജോയിന്റ് ഫാമിലി. അപ്പോൾ കൂട്ടുകുടുംബത്തെയും അതുപോലെ തന്നെ അണുകുടുംബത്തെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി 3 or 4 മെമ്പേഴ്സ്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി 3-4 മെമ്പർമാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മിനിമം പ്രോപ്പർട്ടിയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് ആണ്. നോ ട്രെയിനിങ് ഫോർ സോഷ്യൽ ലിവിംഗ്. സാമൂഹികമായിട്ട് ജീവിക്കുന്ന ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ്. മിനിമം കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനഫ് ഫ്രീഡം ആണ്. സ്വാതന്ത്ര്യത്തിന് പരിമിതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് എത്ര വേണമെങ്കിലും ഫ്രീഡത്തിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ജോയിന്റ് ഫാമിലിയാണ്. ജോയിന്റ് ഫാമിലിയെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ലോട്ട് ഓഫ് മെമ്പേഴ്സ്, ഒരുപാട് മെമ്പർമാരുണ്ടാകും. ലോട്ട് ഓഫ് പ്രോപ്പർട്ടി, അതേപോലെ തന്നെ ഒരുപാട് സമ്പത്തും കാര്യങ്ങളും ഉണ്ടാകും. ഫാമിലി ഹെഡ് ഈസ് ദ അതോറിറ്റി, അതേപോലെ തന്നെ കുടുംബത്തിലെ മുതിർന്ന ആളാണ് അവിടുത്തെ അധികാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുക. ഇനഫ് എക്സ്പീരിയൻസ് ഫോർ സോഷ്യൽ ലിവിംഗ്, അതേപോലെ തന്നെ സാമൂഹികപരമായിട്ട് ജീവിക്കുന്ന എനിക്ക്, അഥവാ ഇടപെടലുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്ന എനിക്ക് നല്ല പരിചയവും കാര്യങ്ങളും ഒക്കെ ജോയിന്റ് ഫാമിലിയുള്ള മെമ്പേഴ്സിന് ഉണ്ടാകുന്നതാണ്. അത് ഇനഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ തന്നെ നല്ല സമ്പർക്കങ്ങൾ കാര്യങ്ങളൊക്കെ പുലർത്താനും കഴിയുന്നതാണ്. അതേപോലെ തന്നെ റിസ്ട്രിക്റ്റഡ് ഫ്രീഡം, അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ഇവിടെ പരിമിതികൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയർ ഫാമിലി ജോയിന്റ് ഫാമിലിയെ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത മറ്റൊരു ചോദ്യമാണ് ദ സ്പേസ് ഓഫ് വിമൺ ഇൻ എ ഫാമിലി, അഥവാ ഒരു കുടുംബത്തിലെ സ്ത്രീയുടെ സ്പേസിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു പക്ഷേ എസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എസ് വരികയാണെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട, ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു പോയിന്റ്സ് ആണ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഈക്വൽ സ്റ്റാറ്റസ് ഇൻ ദി ഫാമിലി. കുടുംബത്തിൽ അവർക്കൊരു ഈക്വൽ സ്റ്റാറ്റസ് ലഭിക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്സ്. രണ്ടാമത്തെ പോയിന്റ്സ് ആണ് ദേ ആർ ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ഇൻ ദി ഫാമിലി. സ്ത്രീകൾ എന്ന് വെച്ചാൽ കുടുംബത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ. അതേപോലെ മറ്റൊന്നാണ് ദ സൊസൈറ്റി ഈസ് ഫാർ അവേ ഫ്രം ദി കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി. സമത്വം എന്നുള്ളൊരു ആശയത്തിൽ നിന്ന് സമൂഹം ഇന്നും എന്താണ് ഒരുപാട് അകലെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ബെറ്റർ റെക്കഗ്നൈസേഷൻ ഫോർ ദർ ഹാർഡ് വർക്ക്. അതേപോലെ തന്നെ സ്ത്രീകൾ വഹിക്കുന്ന ഹാർഡ് വർക്ക് കാര്യങ്ങൾക്കൊന്നും അവർക്ക് വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ ദേ ആർ മോർ കമ്പാഷനേറ്റ് ആൻഡ് ജനറസ് ദാൻ അതർ ഫാമിലി മെമ്പേഴ്സ്. മറ്റു കുടുംബത്തിലുള്ള മെമ്പർമാരെക്കാൾ കുടുംബത്തിലുള്ള ആളുകളോട് സ്നേഹവും ഔദാര്യവുമുള്ള ആളുകളാണ് സ്ത്രീകൾ. ജനറസ് എന്ന് വെച്ചാൽ ഔദാര്യം എന്നാണ് അർത്ഥം. ദേ ആർ റിയലി ലിവിംഗ് ഫോർ അതേഴ്സ്. സ്ത്രീകൾ ജീവിക്കുന്നത് കുടുംബത്തിലെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. സ്വയം ജീവിതം പോലും മറന്നുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സുകൾ എന്നത്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സെമിനാർ പോയിന്റ്സ് ഫോർ ജെൻഡർ ഈക്വാലിറ്റി എന്നതാണ്, അഥവാ ലിംഗസമത്വം. ലിംഗസമത്വത്തെ കുറിച്ച് ഒരു സെമിനാർ നടക്കുകയാണ്. അപ്പോൾ സെമിനാറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ജെൻഡർ ഈക്വാലിറ്റി എന്ന വിഷയം എസ് ആയിട്ട് വരാം, പാരഗ്രാഫ് ആക്കിയിട്ട് വരാം, ലേഖനങ്ങളായിട്ട് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പറയുന്ന ഈ ഒരു പോയിന്റ്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇനി ഒരു പക്ഷേ ഇതൊന്നും എഴുതാൻ അറിയാത്ത കുട്ടികളായിരിക്കും. ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും തീരെ ഒന്നും എഴുതാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുന്ന ഈ ഒരു പോയിന്റ്സുകൾ മാത്രം നിങ്ങൾ എഴുതി കൊടുത്താൽ മതിയാകുന്നതാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ 2-3 മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്ത്രീകളെ കുറിച്ച് വല്ല ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകൾ നിങ്ങൾ എഴുതി കൊടുക്കുക. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ എന്നവരാണെങ്കിൽ നിങ്ങൾ എഴുതുന്നതിനോടൊപ്പം ഈ ഒരു പോയിന്റ്സ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ജെൻഡർ ഈക്വാലിറ്റിയിൽ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഡെവലപ്പ് ദി കൾച്ചർ ഓഫ് ഇൻക്ലൂഷൻ ഇൻ ഓൾ വർക്ക്സ് ഓഫ്
ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ എല്ലാ വഴിത്താരകളിലും സ്ത്രീകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരത്തെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമതായിട്ട് മേക്ക് ദി സൊസൈറ്റി ആസ് എ വിമൻ ഫ്രണ്ട്ലി, അതേപോലെ സമൂഹത്തെ നമ്മൾ ഒരു സ്ത്രീ സൗഹൃദ സമൂഹമാക്കി മാറ്റുകയും വേണം. മൂന്നാമതായിട്ട് ഡെവലപ്പ് ദി കൾച്ചർ ഓഫ് ഷെയറിംഗ് ഓഫ് ഹൗസ് ഹോൾഡ് ജോബ്സ്, വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ് വികസിപ്പിച്ച് എടുക്കേണ്ടത്. ഗിവ് ഈക്വൽ വേജസ് ആൻഡ് ഈക്വൽ സ്റ്റാറ്റസ്, തുല്യ വേതനവും തുല്യ നിലവാരവും സ്ത്രീകൾക്കും നൽകുക. മറ്റൊന്നാണ് എൻഷുർ വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ വർക്ക്സ് ഓഫ് പബ്ലിക് ലൈഫ്, അതേപോലെ തന്നെ പൊതുജീവിതത്തിൽ എല്ലാ വഴികളിലും സ്ത്രീകൾക്കും അവരുടെ പ്രാധാന്യങ്ങളെ കാര്യങ്ങളോ ഒക്കെ ഉറപ്പുവരുത്തുക. ഗിവ് സോഷ്യൽ ജസ്റ്റിസ് ടു വിമൻ, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സാമൂഹികമായുള്ള നീതി കാര്യങ്ങൾ ഒക്കെ നൽകുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് വല്ല ക്വസ്റ്റ്യൻസ് കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന പോയിന്റ്സുകൾ ഇത്രയും ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വല്ല അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ്. അതിന്റെ റീപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സോ പുതിയ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.